നമസ്തേ. ജാതീയ അനീതികൾക്കെതിരെ പോരാടിയ വീരപുരുഷൻ മഹാത്മാ അയ്യങ്കാളിയുടെ ജന്മദിനത്തിൽ കാഴ്ചപ്പതിപ്പിന്റെ പുതിയ അധ്യായം തുറക്കുന്നു. സ്വാഗതം. കേരളത്തിലുണ്ടായിരുന്ന ജാതിഭ്രാന്തിനും അസമത്വങ്ങൾക്കുമെതിരെ പടപൊരുതിയ മഹാത്മാ അയ്യങ്കാളിയുടെ 161ാം ജന്മദിനമാണ്. അയ്യങ്കാളിയുടെ ആഹ്വാനങ്ങളും സമരഗാഥകളും നവോത്ഥാന കേരളം എക്കാലവും സ്മരിക്കുന്നു. ജാതി വ്യവസ്ഥ കൊടികുത്തി വാണിരുന്ന കാലത്ത് കേരളത്തിൽ അവഗണിക്കപ്പെട്ട ജനവിഭാഗങ്ങളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലെത്തിക്കുന്നതിനു വേണ്ടി അഹോരാത്രം അധ്വാനിച്ച നവോത്ഥാന നായകരിൽ ഒരാളായിരുന്നു അയ്യൻകാളി. മനുഷ്യാവകാശങ്ങൾക്കു വേണ്ടി ധീരതയോടെയുള്ള നവോത്ഥാന പോരാട്ടമായിരുന്നു അയ്യങ്കാളിയുടേത്. 1863 ഓഗസ്റ്റ് 28 ചിങ്ങമാസത്തിലെ അവിട്ടം ദിനത്തിൽ തിരുവനന്തപുരത്ത് വെങ്ങാനൂരിലെ പ്ലാവറ വീട്ടിൽ അയ്യന്റെയും മാലയുടെയും മകനായിട്ടാണ് ജനനം. കാളി എന്നായിരുന്നു ആദ്യ പേര്. അക്കാലത്ത് കൊടിയ ജാതി അവഗണന നേരിട്ടിരുന്ന പുലയപറയ സമൂഹത്തെ മനുഷ്യർക്ക് അദ്ദേഹം അയ്യൻകാളിയായി. ഐത്താചാരം മൂലം പുലയപറയ സമുദായക്കാർക്ക് റോഡിലൂടെ നടക്കാനും വസ്ത്രം ധരിക്കാനും വിദ്യ നേടുന്നതിനും അവകാശമുണ്ടായിരുന്നില്ല. എതിർപ്പുകൾ അവഗണിച്ച് 30-ാം വയസ്സിൽ അദ്ദേഹം ജാതീയതയുടെ കിരാത നിയമങ്ങൾക്കെതിരെ പോരിനിറങ്ങി. തിരുവിതാംകൂറിൽ കർഷക തൊഴിലാളികളുടെ ആദ്യത്തെ പണിമുടക്കു സമരം നയിച്ചത് അയ്യൻകാളിയായിരുന്നു. അധസ്ഥിത വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് വിദ്യാഭ്യാസം നിഷേധിച്ച സവർണ വിഭാഗങ്ങളുടെ നീതി നിഷേധത്തിനെതിരെയായിരുന്നു സമരം. 1870 ജൂലൈ 9 സവർണർക്കു മാത്രം സഞ്ചരിക്കാവുന്ന രാജപാതയിൽ വില്ലുവണ്ടിയിൽ യാത്ര ചെയ്തായിരുന്നു അയ്യൻകാളിയുടെ ചരിത്ര പോരാട്ടം. അദ്ദേഹം നടത്തിയ ആ പ്രതിഷേധം വില്ലുവണ്ടി സമരമെന്ന് അറിയപ്പെട്ടു. കല്ലുമാല സമരവും പെരിനാട് സമരവുമെല്ലാം അയ്യൻകാളി നടത്തിയിട്ടുള്ള ചരിത്ര സമരങ്ങളായിരുന്നു. അക്കാലത്ത് മാടമ്പികളുമായി ശക്തമായ ഏറ്റുമുട്ടലുകളും ഉണ്ടായി. അവസാന നാളുവരെ അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗത്തിന്റെ മോചനത്തിനായി അദ്ദേഹം കർമ്മനിരതനായിരുന്നു. 1941 ജൂൺ 18 ബുധനാഴ്ചയാണ് അദ്ദേഹം അന്തരിച്ചത്. കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞെങ്കിലും അധസ്ഥിതരുടെ ഉന്നമനത്തിനും കേരള സമൂഹത്തിന്റെ നവോത്ഥാനത്തിനും നിരവധി കാര്യങ്ങൾ അദ്ദേഹത്തിന് ചെയ്യാൻ കഴിഞ്ഞിരുന്നു. നവോത്ഥാന കേരളത്തിലും മഹാത്മാ അയ്യൻകാളിയുടെ ഓർമ്മകളും ആഹ്വാനങ്ങളും ഇന്നും കുടികൊള്ളുന്നു. ന്യൂസ് ഡെസ്ക്, ജനം. മഹാത്മാ അയ്യങ്കാളി ജന്മദിനത്തിൽ നവോത്ഥാന ചരിത്രത്തിന്റെ സ്മരണയിലാണ് അയ്യങ്കാളിയുടെ ജന്മനാടായ വെങ്ങാനൂരും. വിവിധ രാഷ്ട്രീയ ദളിത് സംഘടനകളുടെ നേതൃത്വത്തിൽ വിപുലമായ ദിനാചരണ പരിപാടികളാണ് വെങ്ങാനൂരിൽ ഒരുക്കിയിരിക്കുന്നത്. ജാതിയുടെ പേരിൽ തൊഴിലും വിദ്യാഭ്യാസവും നിഷേധിക്കപ്പെട്ട കാലത്ത് ഞങ്ങളുടെ മക്കൾക്ക് പഠിക്കാൻ അവസരമൊരുക്കിയില്ലെങ്കിൽ ഞങ്ങൾ പാടത്തേക്കില്ലെന്ന് പ്രഖ്യാപിച്ച് 8 വയസ്സുകാരി പഞ്ചമിയുടെ കയ്യും പിടിച്ച് അയ്യങ്കാളിയുടെ വെങ്ങാനൂരിലേക്കുള്ള വില്ലുവണ്ടി യാത്ര, മഹാത്മാഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ച, അങ്ങനെ അയ്യങ്കാളിയുടെ ഓർമ്മകൾ നിരവധിയാണ് വെങ്ങാനൂർ ഗ്രാമത്തിന്. ജയന്തി വെങ്ങാനൂർ അയ്യങ്കാളി സ്മാരക മന്ദിരത്തിൽ വിവിധ രാഷ്ട്രീയ ദളിത് സംഘടനകളുടെ നേതൃത്വത്തിൽ ആചരിക്കും. പിന്നോക്ക ജനവിഭാഗത്തിനും സ്ത്രീകൾക്കുമായി മഹാത്മാ അയ്യങ്കാളി നടത്തിയ പോരാട്ടം ഈ കാലഘട്ടത്തിലും പ്രസക്തമായി നിലനിൽക്കുകയാണ്. അഖിൽ പാലോട്ടുമഠം, ജനം, തിരുവനന്തപുരം. പഞ്ചമിയുടെ കൈയും പിടിച്ച് മഹാത്മാ അയ്യങ്കാളി നടന്നു കയറിയ ഊരൂട്ടമ്പലത്തിലെ UP സ്കൂൾ ഒരു കാലഘട്ടത്തിന്റെ സ്മരണ കൂടിയാണ്. വിദ്യാഭ്യാസ നവോത്ഥാനത്തിന് തുടക്കം കുറിച്ച ഊരൂട്ടമ്പലത്തിലെ സ്കൂളിൽ പഞ്ചമിയിരുന്ന ബെഞ്ചും വില്ലുവണ്ടി യാത്രയുടെ സ്മരണകളും ഇന്നും നിലനിൽക്കുകയാണ്. ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ അവസരമൊരുക്കിയില്ലെങ്കിൽ ഞങ്ങൾ പാടത്തേക്ക് പണിക്കിറങ്ങില്ല എന്ന് പ്രഖ്യാപിച്ച പഞ്ചമിയുടെ കയ്യും പിടിച്ച മഹാത്മാ അയ്യങ്കാളി നടന്നു നീങ്ങിയത് നവോത്ഥാന ചരിത്രത്തിന്റെ ഏടുകളിൽ കൂടിയാണ്. ആയിരത്തി 1882 പരമേശ്വരപിള്ള ഊരിട്ടമ്പലത്തെ LP സ്കൂൾ സ്ഥാപിക്കുന്നത്. അന്ന് ആൺപള്ളിക്കൂടവും പെൺപള്ളിക്കൂടവുമായിട്ടാണ് വിദ്യാലയം. അവിടേക്കാണ് പഞ്ചമിയുടെ കയ്യും പിടിച്ച വിദ്യാഭ്യാസ അവകാശത്തിനായുള്ള മഹാത്മാ അയ്യങ്കാളിയുടെ യാത്ര. 2021 ഡിസംബറിൽ
സർക്കാർ സ്കൂളിനെ അയ്യങ്കാളി പഞ്ചമി സ്മാരക സ്കൂളായി പ്രഖ്യാപിക്കുന്നത്. പഴയ ചരിത്രം പുതുതലമുറയ്ക്ക് പകർന്നു നൽകുന്നതിന് വേണ്ടി തയ്യാറാക്കപ്പെട്ടതാണ് ഈ കണ്ടള സ്മാരക ശതാബ്ദി ആർട്ട് ഗാലറി. അപ്പോൾ ഇവിടെ അയ്യങ്കാളി നടത്തിയതായ വില്ലുവണ്ടി യാത്രയുടെ ആ ചരിത്രം ഓർമ്മയ്ക്കായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 1882 സ്ഥാപിതമാവുകയും തുടർന്ന് തീവച്ച് നശിപ്പിക്കപ്പെടുകയും ചെയ്തതായ കാലഘട്ടത്തിൽ ഈ വിദ്യാലയത്തിൽ ഉണ്ടായിരുന്ന ബെഞ്ചുകളിലൊന്ന് ചരിത്ര സ്മാരകമായിട്ട് ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഈ ആർട്ട് ഗാലറിയിൽ നവോത്ഥാന ചരിത്രത്തിൻ്റെ വിവിധ സംഭവങ്ങൾ വ്യക്തമാക്കുന്ന ചിത്രങ്ങൾ പൊതുജനത്തിൻ്റെ സഹായത്തോടുകൂടി സഹകരണത്തോടുകൂടി കുഞ്ഞുങ്ങളുടെ അല്ലെങ്കിൽ പൊതുസമൂഹത്തിൻ്റെ അറിവിലേക്ക് ഫോട്ടോകളായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ഈ വിദ്യാലയം ഇന്ന് പൊതുജനത്തിന് അറിവ് പകരുന്ന ഒരു വിദ്യാലയമായിട്ട് മാറിയിട്ടുണ്ട്, ഒരു സാമൂഹ്യ പഠന കേന്ദ്രമായിട്ട് മാറിയിട്ടുണ്ട്. ഇന്നും പഞ്ചമിയെപ്പോലെ വലിയ സ്വപ്നങ്ങളുമായിട്ടാണ് ഊരുട്ടമ്പലത്തെ സ്കൂളിലെ ഓരോ വിദ്യാർത്ഥിയും പഠനം നടത്തുന്നത്. ഞാൻ ആദ്യം ഈ സ്കൂളിൽ വന്നപ്പോൾ ഈ സ്കൂളിൻ്റെ ചരിത്രം അങ്ങനെയൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. പിന്നെ ഈ ഓരോ പ്രതിമകളൊക്കെ കാണിച്ച് ടീച്ചർമാരാണ് ഓരോ ഈ സ്കൂളിൻ്റെ ചരിത്രം മുഴുവനായിട്ട് പറഞ്ഞു തന്നത്. എനിക്കും ഈ സ്കൂളിൽ പഠിച്ച് നല്ലൊരു ആർമി ഡോക്ടർ ആവാനാണ് ആഗ്രഹം. ഞാൻ ഈ സ്കൂളിൽ പഠിക്കുന്നതിന് വളരെയധികം അഭിമാനപ്പെടുന്നു. നമുക്കിവിടെ കുറേ അധികം ക്ലബ്ബുകളുണ്ട്, വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ക്ലബ്ബുകളുണ്ട്, അല്ലാതെ കളേഴ്സുമായി ബന്ധപ്പെട്ട് അങ്ങനെ വളരെയധികം ക്ലബ്ബുകളുണ്ട്. നമുക്കിവിടെ ഓരോ ദിവസം പല പല യൂണിഫോമാണ്. ചില ദിവസം കളേഴ്സുമായിട്ട് ബന്ധപ്പെട്ട യൂണിഫോമാണ്, സാധാ യൂണിഫോമും ഉണ്ട്. പിന്നെ ഇവിടെ നമുക്ക് പഠിക്കാൻ സാധിക്കുന്നത് തന്നെ വളരെ അഭിമാനമാണ്. ഇവിടെ നമുക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളുമുണ്ട്. വിദ്യാഭ്യാസം എന്നാൽ എഴുത്തും വായനയും പഠിക്കുക എന്നതു മാത്രമല്ല, പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള ആർജവം നേടുക എന്നതുകൂടിയാണ്. ഈ ഊരുട്ടമ്പലത്ത് നിന്നും മഹാത്മാ അയ്യങ്കാളി നടത്തിയ വില്ലുവണ്ടി യാത്ര അതിൻ്റെ ദീപ്ത സ്മരണകളുമാണ്. ക്യാമറ അസിസ്റ്റന്റ് അജിത് കാട്ടാലിനും ക്യാമറമാൻ നിതിനുമൊപ്പം അഖിൽ പാലോട്ടുമഠം, ജനം, തിരുവനന്തപുരം. തിരുവനന്തപുരത്തിന്റെ ചരിത്രം പേറുന്ന VJT ഹാളിനിപ്പോൾ മഹാത്മാ അയ്യങ്കാളി ഹാൾ എന്നാണ് പേര്. എണ്ണിയാൽ തീരാത്ത ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷിയാണ് ഇവിടം. 2019 പാളയത്തെ VJT ഹാൾ അയ്യങ്കാളി ഹാളായി മാറുന്നത്. ചരിത്ര പ്രഖ്യാപനങ്ങൾക്കും രാഷ്ട്രീയ ലയന സമ്മേളനങ്ങൾക്കും മഹാന്മാരുടെ അന്ത്യയാത്രകൾ തുടങ്ങി എണ്ണിയാൽ തീരാത്ത ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷി കൂടിയാണ് പാളയത്തെ VJT ഹാൾ. വിക്ടോറിയ രാജ്ഞിയുടെ കിരീടധാരണത്തിൻ്റെ സുവർണ ജൂബിലി ആഘോഷ സ്മരണയ്ക്കാണ് തിരുവനന്തപുരത്ത് ടൗൺ ഹാളിൽ നിർമ്മിച്ചത്. 1896 ശ്രീമൂലം തിരുനാളിൻ്റെ കാലത്താണ് കെട്ടിടം പണി കഴിപ്പിക്കുന്നത്. തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭ അക്കാലത്ത് പ്രവർത്തിച്ചത് ഇവിടെയാണ്. 1999 അന്ന് മുഖ്യമന്ത്രിയായിരുന്ന EK നയനാർ VJT ഹാൾ പുനർസമർപ്പണം ചെയ്തു. തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭയിൽ അംഗമായിരുന്ന അയ്യങ്കാളിയുടെ പേര് VJT ഹാളിന് നൽകണമെന്ന് 2007 ABVPയും MLA ആയിരുന്ന സമയത്താണ് BJP നേതാവ് O രാജഗോപാലും ആവശ്യം മുന്നോട്ട് വച്ചത്. 2019 സർക്കാർ VJT ഹാളിന് അയ്യൻകാളി ഹാൾ എന്ന പേര് നൽകി. ഈ പഴയ VJT ഹാളിൽ എത്രയോ തവണ മഹാത്മാ അയ്യങ്കാളി ഈ പാവപ്പെട്ട ജനതയ്ക്ക് വേണ്ടി, പട്ടികജാതി പട്ടികവർഗക്കാരായ സാധാരണക്കാരായ ജനതയ്ക്ക് വേണ്ടിയും ഈ കേരളത്തിൻ്റെ ഇന്ന് കാണുന്ന പരിവർത്തനത്തിലേക്ക് വരുന്ന ആശയങ്ങളും പറഞ്ഞുകൊണ്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള ചരിത്രപ്രധാനമായ എത്രയോ പ്രസംഗങ്ങൾ മുഴങ്ങിയിട്ടുള്ള ഒരു ഹാളാണിത്. മറ്റ് പലരുടെയും പേരിൽ ഈ ഹാളിനെ സ്മാരകമാക്കാൻ പലരും പരിശ്രമിച്ചു. അതിനെയെല്ലാം മാറ്റിവെച്ചുകൊണ്ട് മഹാത്മാ അയ്യങ്കാളിയെ തന്നെ ഈ കാര്യത്തിൽ തിരഞ്ഞെടുത്തത് വളരെ അഭിനന്ദനാർഹമായ കാര്യമാണ്. അതുകൊണ്ട് വളരെ ചരിത്ര പ്രാധാന്യമുള്ള
ഈ ഹാളിൻ്റെ സവിശേഷതയും അതിൻ്റെ ചരിത്ര പ്രാധാന്യവും പൊതുജന സമക്ഷം സമർപ്പിക്കാനായിട്ട് ജനം TV മുമ്പോട്ട് വന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. നൂറ്റാണ്ടുകൾ പിന്നിട്ട് ഇന്നും തലസ്ഥാന നഗരിയിൽ പ്രൗഢിയോടെ തല ഉയർത്തി നിൽക്കുകയാണ് നവോത്ഥാന നായകന്റെ നാമത്തിൽ. ജനം, തിരുവനന്തപുരം. ചരിത്രപ്രസിദ്ധമായ കല്ലുമാല സമരത്തിൽ നേതൃത്വം നൽകിയ അയ്യങ്കാളിയോട് അവഗണനയാണ് സർക്കാരിന്. സമരം നടന്ന കണ്ടോൺ മൈതാനത്ത് ഉചിതമായ സ്മാരകമൊരുക്കുമെന്ന ഉറപ്പും ലംഘിക്കപ്പെട്ടു. സ്ഥലത്തെ അയ്യങ്കാളി പ്രതിമയും നാശത്തിന്റെ വക്കിലാണ്. കല്ലുമാല സമരത്തിന്റെ സ്മരണയ്ക്കായി കൊല്ലത്ത് ഉചിതമായ സ്മാരകമൊരുക്കി അയ്യങ്കാളിയുടെ പേര് നൽകണമെന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുകയാണ് പട്ടികജാതി മോർച്ച. മേൽമുണ്ട് ധരിക്കുവാനുള്ള അവകാശത്തിനായി കീഴാളവർഗം നടത്തിയ സ്ത്രീപക്ഷ സമരമാണ് കല്ലുമാല സമരം. കൊല്ലം ജില്ലയിലെ പേരനാട് നിന്ന് ആരംഭിച്ച പ്രക്ഷോഭത്തിന്റെ തുടർച്ചയായി അയ്യൻകാളിയുടെ ആഹ്വാനപ്രകാരം കൊല്ലം നഗരത്തിൽ ഒത്തുചേർന്ന ആയിരക്കണക്കിന് ദളിത് സ്ത്രീകൾ കഴുത്തിൽ കെട്ടിയ കല്ലുമാല പൊട്ടിച്ചെറിഞ്ഞുകൊണ്ടാണ് പ്രതിഷേധം അറിയിച്ചത്. ഇന്ന് കണ്ടോൺമെന്റ് മൈതാനം എന്നറിയപ്പെടുന്ന ഈ സ്ഥലമാണ് ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷിയായത്. ജീവിക്കുവാനുള്ള അവകാശത്തിനായി ഒരു ജനത നടത്തിയ ചരിത്ര പോരാട്ടത്തെ കണ്ടില്ലെന്ന നിലപാടാണ് മാറി മാറി വന്ന ഇടത് വലത് സർക്കാരുകൾ സ്വീകരിച്ചത്. നാളിതുവരെയായി സ്ഥലത്ത് ഉചിതമായ സ്മാരകം നിർമ്മിക്കാൻ നഗരസഭയോ സർക്കാരോ തയ്യാറായിട്ടില്ല. അയ്യൻകാളിയുടെ സമരചരിത്രത്തിൻ്റെ പ്രധാന ഭാഗങ്ങളിൽ ഒന്നായിട്ടുള്ള കല്ലുമാല സമരഭൂമിയായ പീരങ്കി മൈതാനത്തോട് കേരളത്തിലെ ഗവൺമെൻറ്റും കൊല്ലം ജില്ലയിലെ കോർപ്പറേഷനും കാണിക്കുന്ന ഏറ്റവും വലിയ നീതികേടാണ് ഭാരതീയ ജനതാ പട്ടികജാതി മോർച്ച കഴിഞ്ഞ കുറേ നാളുകളായി ചൂണ്ടിക്കാണിക്കുന്നത്. പേരിന് അയ്യങ്കാളിയുടെ ഒരു പ്രതിമ നിർമ്മിച്ചതല്ലാതെ മറ്റൊന്നും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. അയ്യങ്കാളി പ്രതിമയും സ്മാരകവും നിൽക്കുന്ന പ്രദേശവും കാട് പിടിച്ച നിലയിലാണ്. അദ്ദേഹത്തിൻ്റെ സ്മാരകം നിൽക്കുന്ന പ്രദേശത്തിന് ചുറ്റും ഇൻഡോർ സ്റ്റേഡിയം നിർമ്മാണത്തിൻ്റെ പേരിൽ വളരെ മോശമായ രീതിയിൽ മാലിന്യങ്ങൾ വലിച്ചെറിയുന്ന തരത്തിലേക്ക് മാറിയിരിക്കുകയും ആ പരിസര പ്രദേശങ്ങളിൽ കാട് കയറി നശിക്കുന്ന സാഹചര്യവുമാണ്. കഴിഞ്ഞ നിരവധി മാസക്കാലമായി കോർപ്പറേഷൻ മേയർക്കുൾപ്പെടെ പട്ടികജാതി മോർച്ചയുടെ നേതൃത്വത്തിൽ നിരവധി പരാതികൾ നൽകിയിട്ടും ഈ പ്രദേശം ശുചീകരിക്കുവാൻ അവർ തയ്യാറായിട്ടില്ല. കല്ലുമാല സമരത്തിന്റെ 100ാം വാർഷിക വേളയിൽ സ്ഥലത്ത് ഉചിതമായ സ്മാരകമൊരുക്കുമെന്ന് സർക്കാർ വ്യക്തമാക്കിയിരുന്നെങ്കിലും അതും പാലിക്കപ്പെട്ടില്ല. പ്രദേശത്ത് നിർമ്മാണത്തിലിരിക്കുന്ന ഇൻഡോർ സ്റ്റേഡിയത്തിന് അയ്യങ്കാളിയുടെ പേര് വേണമെന്ന ആവശ്യമാണ് പട്ടികജാതി മോർച്ച ഉന്നയിക്കുന്നത്. ജനം, കൊല്ലം. ഇനി മറ്റു കാഴ്ചകളിലേക്കാണ്. ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ്ങുകളുടെ കാലമാണിത്. ആലപ്പുഴയിൽ കുട്ടനാടിന്റെ കായൽ പശ്ചാത്തലത്തിൽ ഒരു വിവാഹം നടന്നു. കൈനകരി കൂട്ടമംഗലം സ്വദേശിനിയായ സ്മിതയും ചാലക്കുടി സ്വദേശി ഹരിനാഥും തമ്മിലുള്ള വിവാഹമാണ് കായലിന് നടുവിലെ തുറന്ന വേദിയിൽ നടന്നത്. ഹൗസ് ബോട്ടുകളിൽ നിരവധി വിവാഹങ്ങൾ കുട്ടനാട്ടിൽ നടന്നിട്ടുണ്ടെങ്കിലും കായലിന് നടുവിലെ തുറന്ന വേദിയിൽ ആദ്യമായാണ് ഒരു വിവാഹം. കൈനകരി ഹൗസ് ബോട്ട് ടെർമിനലിലെ ഫ്ലോട്ടിംഗ് പോയിന്റിൽ താമരപ്പൂവിന്റെ തീമിലൊരുക്കിയ മണ്ഡപമായിരുന്നു വിവാഹവേദി. ടെർമിനലിലെ വേദിക്ക് ഇരുവശത്തും 4 ജങ്കാറുകളിലും ശിക്കാരവള്ളങ്ങളിലും ചെറുവള്ളങ്ങളിലുമായി വിദേശികളടക്കം 700ഓളം അതിഥികൾ വിവാഹത്തിൽ പങ്കെടുത്തു. ഞാൻ കുട്ടനാട്ടുകാരനാണ്. പക്ഷേ എൻ്റെ മകളുടെ ആഗ്രഹം നേരത്തെ മുതൽ തന്നെ വരനെ കണ്ടത്തിന് മുമ്പ് തന്നെ വിവാഹം നിശ്ചയിച്ചു കഴിഞ്ഞു. കുട്ടനാടിൻ്റെ പശ്ചാത്തലത്തിലായിരിക്കണം, അത് കായലിന് നടുക്കായിരിക്കണം എന്നൊരാഗ്രഹം നേരത്തെ മുതൽ തന്നെ മോൾക്കുണ്ട്. കാര്യം വെച്ചാൽ മോൾ കൊച്ചുനാൾ മുതൽ തന്നെ ദുബൈയിലാണ് വളർന്നതെങ്കിലും നാട്ടിൽ വരുമ്പോൾ നാട്ടിലെ കളിവള്ളങ്ങളും ഇതൊക്കെ ആയിട്ടുള്ള ബന്ധമുണ്ട്. ഞങ്ങൾക്കൊരു കോൺസെപ്റ്റ് ഉണ്ട്, എങ്ങനെ വേണമെന്നുള്ളത് മോളുടെ ഒരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു, എങ്ങനെ ഏത് രീതിയിൽ കൊണ്ടുവരണമെന്നുള്ളത്. കൂടാതെ അതിൻ്റെ ബേസുകൾ മൊത്തം ഫിക്സ് ചെയ്ത് കൊടുത്ത നമ്മളാണ്. ജങ്കാറുകൾ, പിന്നെ അവിടുത്തെ ബോഗികൾ ഉറപ്പിക്കുക. ശരിക്കും പറഞ്ഞാൽ അത് കുറച്ച് ദിവസത്തെ നല്ലൊരു അധ്വാനം ഉണ്ടായിരുന്നു.
നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ചരിത്രത്തിലെ ഏക വനിതാ ക്യാപ്റ്റനാണ് ഡൽഹി പോലീസിൽ സീനിയർ ഫോറൻസിക് സയന്റിസ്റ്റായ ഹരിത. 2013 നെഹ്റു ട്രോഫിയിൽ കൈനഗരി യുണൈറ്റഡ് ബോട്ട് ക്ലബിന്റെ ക്യാപ്റ്റനായിരുന്നു ഹരിത. വഞ്ചിപ്പാട്ടിന്റെയും നാടൻ പാട്ടിന്റെയും അകമ്പടിയിൽ കലാരൂപങ്ങൾ അണിനിരന്നാണ് വരനെ വിവാഹവേദിയിലേക്ക് സ്വീകരിച്ചത്. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ അപേക്ഷ നൽകി കളക്ടറുടെ അനുമതിയോടെയാണ് കായലിന് നടുവിൽ വിവാഹവേദി ഒരുക്കിയത്. കുട്ടനാടിന്റെ ടൂറിസം സാധ്യതകൾ വളർത്താൻ ഇത്തരം ഡെസ്റ്റിനേഷൻ വിവാഹങ്ങൾ പ്രോത്സാഹിപ്പിക്കാനാണ് ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെയും തീരുമാനം. ജനം, ആലപ്പുഴ. വിവാഹവേദിയാകാൻ തിരുവനന്തപുരത്തും ഒരു സ്ഥലമുണ്ട്. കടൽ തിരമാലകളുടെ ഭംഗിയും ചുമർ ചിത്രങ്ങളുടെ അഴകും ചേർത്ത് കോവളത്തിന്റെ സ്വന്തം വെഡ്ഡിംഗ് ഡെസ്റ്റിനേഷൻ പോയിന്റ്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും നിരവധി പേരാണ് ഇങ്ങോട്ടേക്ക് എത്തുന്നത്. ആർത്തിരമ്പുന്ന കടലിനു മുമ്പിൽ ഭംഗിയോടെ കെട്ടിനുയർത്തിയിരിക്കുന്ന ഈ സ്ഥലത്ത് കല്യാണത്തിന് മുമ്പും കല്യാണത്തിന് ശേഷവും ചിത്രങ്ങൾ പകർത്താൻ നിരവധി പേരുണ്ട്. അതുപോലെ ഇൻസ്റ്റാഗ്രാമിലും സോഷ്യൽ മീഡിയയിലുമൊക്കെ ചിത്രങ്ങൾ പങ്കുവയ്ക്കാനുമായി എത്തുന്നവരും അനവധിയാണ്. ഓർമ്മകളുടെ നാളുകളിൽ മനോഹരമായ ചിത്രങ്ങൾ കൂടെ കൂട്ടാൻ ആ ചിത്രങ്ങൾക്ക് നിറഭംഗിയേകുകയാണ് തിരുവനന്തപുരം കോവളം തീരത്തെ വെഡ്ഡിംഗ് ഡെസ്റ്റിനേഷൻ പോയിന്റ്. നവവധൂവരന്മാരുടെയും നവമാധ്യ റൈഡർമാരുടെയും തുടങ്ങി നിരവധി പേരുടെ ഇഷ്ട സ്ഥലമാണ് ഇവിടം. ഞാനിവിടെ മുമ്പും വന്നിട്ടുണ്ട്, അപ്പോൾ എനിക്ക് അറിയില്ലായിരുന്നു ഇതെന്താണ് സംഭവം. അപ്പോഴത്തേക്ക് ചെറിയ ചില ഫംഗ്ഷൻസൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത് ഇവിടെ നമുക്ക് ചെറിയ രീതിയിലൊക്കെ ഒരു ഫംഗ്ഷനൊക്കെ നടത്താം. അപ്പം നമ്മളെ ഫ്രണ്ട്സും എല്ലാവരും കൂടെ ചെറിയ രീതിയിൽ അങ്ങനെ സെറ്റപ്പ് ചെയ്തൊരു പരിപാടിയാണിത്. വളരെ ഹാപ്പിയാണ്, നല്ലൊരു പ്ലേസാണ് നമുക്കത്. ഫ്രണ്ട്സ് എനിക്ക് മുമ്പ് അറിയത്തില്ല, ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഫ്രണ്ട്സാണ് പറഞ്ഞത് ഈ ഒരു സ്ഥലം സജസ്റ്റ് ചെയ്തത്. ഇവിടെ ഇഷ്ടപ്പെട്ടു. പീസായിട്ട് ഇവിടെ ഇരിക്കാൻ പറ്റുന്നൊരു സ്പോട്ടാണ്. വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു നൈസ് സ്പോട്ടാണ്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും എത്തുന്നുണ്ട് ആസ്വാദകർ. ஃபஸ்ட் டைம் வந்திருக்கோம். நல்லா இருக்கு, ஏரியா நல்லா இருக்கு. ஏன்னா பீச்சில் உள்ள அலோவ் பண்ணல, அது ஒன்று தான் ப்ராப்ளமாக இருக்குது. சீசன் அப்படி வந்திருக்கோம், மற்றபடி நல்லா இருக்கு. லொக்கேஷன் நல்ல லொக்கேஷன், நல்ல ஏரியா இருக்குங்கண்ணா. ரொம்ப நல்லா இருக்கு. உள்ளே போய் விளையாட முடியலன்னு தான் கொஞ்சம் அப்செட்டாக இருக்குது. குழந்தைங்க ரொம்ப ஆசைப்படுறாங்க தண்ணியில் விளையாடணும், பீச்சில் விளையாடணும்னு. கால் நினைக்க முடியலன்னு எல்லாம் கொஞ்சம் ஒரியாக இருக்காங்க. மற்றபடி நல்லா இருக்கு, ஏரியா நல்ல லொக்கேஷன், நல்ல மக்கள். ശാന്തമായി കരയിലേക്ക് എത്തുന്ന കടലും ഭംഗിയേറുന്ന ചിത്രങ്ങളും പാറയുമൊക്കെയായിട്ടാണ് ഈ സോമതീരത്ത് ഈ ചിത്രങ്ങൾ പകർത്തുന്ന സ്ഥലമുള്ളത്. എല്ലാവർക്കും ഭംഗിയും സൗന്ദര്യവും നൽകുന്ന നല്ല ചിത്രങ്ങൾ നൽകുന്ന നല്ലൊരിടം. തിരുവനന്തപുരത്ത് നിന്നും ക്യാമറമാൻ നിതിനൊപ്പം അഖിൽ പാലോട്ടുമഠം, ജനം, തിരുവനന്തപുരം. വയനാട്ടിലെ ദുരിതബാധിതർക്ക് വർണ്ണങ്ങൾ കൊണ്ട് കൂട്ടൊരുക്കുകയാണ് ഒരു ചിത്രകാരി. കോഴിക്കോട് ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ ഒരുക്കിയ ചിത്ര പ്രദർശനത്തിന് വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. ഉരുൾപൊട്ടലിൽ സർവ്വതും നഷ്ടപ്പെട്ടവർക്കായി നല്ല മനസ്സുകൾ ഒന്നാകുമ്പോൾ നിറങ്ങൾ കൊണ്ട് ചേർത്തു പിടിക്കുകയാണ് ഈ ചിത്രകാരി. കണ്ണൂർ ജില്ലയിലെ കതിരൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥിനി ശില്പ രാജേഷിന്റെ നേതൃത്വത്തിലുള്ള ഡിസ്പ്ലേ ഓഫ് ഡ്രീംസ് എന്ന പ്രദർശനം സ്വപ്നങ്ങൾ തിരിച്ചുപിടിക്കാനുള്ള നിറക്കൂട്ടുകൾ തന്നെയാണ്. വയനാട്ടിലെ ദുരന്തം കണ്ടതിന് ശേഷമാണ് എനിക്കിങ്ങനെ ഒരു ചിത്ര പ്രദർശനം നടത്തണമെന്ന് തോന്നിയത്. അപ്പോൾ അതിന് കിട്ടുന്ന തുക എത്രയായാലും അത് മുഴുവനും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കാനാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത്. ആ കാര്യം വീട്ടിൽ പറഞ്ഞപ്പോൾ കുടുംബക്കാരും വീട്ടുകാരൊക്കെ നല്ല സപ്പോർട്ടാണ്. ഇവിടെ കിട്ടുന്ന തുക അങ്ങനെ കൊടുക്കുക. ഞാൻ കൊറോണ ടൈമിൽ
യൂട്യൂബെല്ലാം നോക്കി അങ്ങനെ പഠിച്ചതാണ്, അല്ലാണ്ട് പുറമേ എവിടെയും പോയിട്ട് പഠിച്ചിട്ടൊന്നുമില്ല. പ്രകൃതിയും മനുഷ്യനും ജീവജാലങ്ങളും പ്രമേയമായ 30ഓളം ചിത്രങ്ങളാണ് ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ ആസ്വാദകർക്കായി നിരന്നിരിക്കുന്നത്. അക്രലിക് മാധ്യമത്തിൽ പകർത്തിയ മനോഹര ചിത്രങ്ങൾക്ക് വലിയ സ്വീകാര്യതയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നതും. വിറ്റുകിട്ടുന്ന പണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറാനാണ് ശില്പയുടെ തീരുമാനം. യൂട്യൂബ് കണ്ട് സ്വയം പഠിച്ചെടുത്ത ചിത്രകലയെ ശീലങ്ങൾ കൊണ്ട് നന്മയുടെ നിറങ്ങളാക്കുകയാണ് ഈ കലാകാരി. ജനം, കോഴിക്കോട്. കാഴ്ചപ്പതിപ്പിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. പുത്തൻ കാഴ്ചകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നമസ്തേ.